മണ്ണുത്തിയിൽ ഗൃഹനാഥനെ മർദ്ദിച്ച് ബന്ദിയാക്കി 47 പവൻ കവർന്ന കേസിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. രാജസ്ഥാൻ സ്വദേശി സൂരജ് പവാറിനെ രാജസ്ഥാനിലെ ചിറ്റോർഗഡ് ജില്ലയിലെ മാൻഫിയ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് തൃശൂർ സിറ്റി ഷാഡോ പോലീസും മണ്ണുത്തി പോലീസും ചേർന്ന് പിടികൂടിയത്. രാജസ്ഥാനിലെ തിരുട്ട് ഗ്രാമത്തിൽ ഒളിച്ചു താമസിച്ച ഇയാളെ 2 ദിവസം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് സാഹസികമായി പിടികൂടിയതെന്ന് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30 പവനോട് സ്വർണം നമ്മൾ റിക്കവർ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസവും ബാക്കി ഇവർ വിൽക്കാൻ വേണ്ടി കൊടുത്ത കുറച്ച് സ്വർണവും അതിൻ്റെ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം 40 പവനോളം സ്വർണവും ഒരു 2 ലക്ഷം രൂപ പൈസ വി ആർ ഏബിൾ ടു റിക്കവർ. കവർച്ച ചെയ്യപ്പെട്ട സ്വർണ്ണാഭരണങ്ങളിൽ 26 പവൻ ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. സൂരജ് പവാർ മധ്യപ്രദേശിലെ പ്രത്യേക ഗോത്രവർഗ്ഗക്കാരനാണ്. ഇവരുടെ ഗോത്രരീതി പ്രകാരം ഏറ്റവും മികച്ച രീതിയിൽ കവർച്ചയും മോഷണവും നടത്തുന്നവർക്കാണ് എളുപ്പത്തിൽ കല്യാണം നടക്കുക എന്ന് വിശ്വസിക്കുന്നു. ട്രക്കുകളിൽ കയറി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയി റോഡരികിലെ വീടുകളിൽ കവർച്ച നടത്തുന്നതാണ് ഇവരുടെ രീതി. എതിർക്കുന്നവരെ വകവരുത്തും. കേസിലെ 2-3 പ്രതികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായവർ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ കവർച്ച, കൊള്ള തുടങ്ങിയ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അന്വേഷക സംഘത്തിൽ തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് ACP KC സേതു, ഒല്ലൂർ ACP തോംസൺ, മണ്ണുത്തി ഇൻസ്പെക്ടർ ബിജു, സബ് ഇൻസ്പെക്ടർമാരായ ഡേവിസ്, ജയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK പഴനിസ്വാമി എന്നിവരുമുണ്ടായിരുന്നു. ഇതൊരു ടെക് യൂണിവേഴ്സ് ആണ്. കണ്ടറിയാനല്ല, അനുഭവിച്ചറിയാൻ ഒരു എക്സ്പീരിയൻസ് ഡെസ്റ്റിനേഷൻ. ഇത് മാസാണ്, മാസീവ് ആണ്, മൈൻഡ് ബ്ലോയിങ് ആണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസിന്റെ സെന്റർ ആണ്. ഗ്രാൻഡ് ഇനോഗ്രേഷൻ ജൂലൈ 11-ന്. ഞങ്ങളുണ്ടാവും. Mighty Future Epic Store now at Marine Drive. More than a store, an experience.